കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ധനവാന്മാരുടെ അടിസ്ഥാനം. അനേക ധനവാന്മാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയും സവിശേഷതയും പകർന്നു കൊടുക്കുന്ന ശുശ്രൂഷയെ അവർ കാണുന്നത് തങ്ങളുടെ ധനവും മാനവും നിലനിർത്തുന്നതിനുള്ള ഉപാധിയായിട്ട് മാത്രമാണ്. അപ്രകാരമുള്ളവരോട് അവരുടെ ധനനിമിത്തം ഉന്നതഭാവം പ്രകടിപ്പിക്കരുതെന്ന് പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നു. എന്തെന്നാൽ തങ്ങളുടെ ധനം കൊണ്ട് മാത്രം സമൂഹമാദ്യേ അവർ നേടിയിരിക്കുന്ന പേരും പെരുമയും അവരിൽ സൃഷ്ടിക്കുന്ന ഉന്നതഭാവം ദൈവത്തിൻ്റെ ശുശ്രൂഷകളിലും പേരും പ്രശസ്തിയും നേടുവാൻ അവരിൽ പ്രതീക്ഷകൾ ഉണർത്തും എന്നുള്ളത് സ്വാഭാവികമാണ്. ആത്മീയമായി അന്തർദാഹമുണ്ടെങ്കിലും ധനം ജീവിതത്തിലെ ആശയും ആവേശവുമായി മാറുമ്പോൾ ധനം കൊണ്ട് എന്തു നേടിയെടുക്കണമെന്നുള്ള വ്യാമോഹം വ്യക്തികളിൽ വളരുന്നു. ദൈവത്തിന് തങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുവാനോ ദൈവത്തിനു വേണ്ടി ലാഭമായത് ചെയ്തമെന്നെണ്ണുവാനോ ഇങ്ങനെയുള്ള ധനവാന്മാർക്ക് കഴിയാറില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തന്നെ അനുഗമിക്കുവാനായി ആവേശത്തോടെ ഓടിവന്ന ധനികനായ ചെറുപ്പക്കാരനോട് അവനുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് വിഭജിച്ചു കൊടുത്ത ശേഷം തന്നെ അനുഗമിക്കുവാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലത്തിലും ധാരാളമായി തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കുവാൻ ധനവാന്മാരോട് ആജ്ഞാപിക്കുവാൻ പൗലോസ് തൻ്റെ ആത്മീയ മകനായ തിമത്യോസിനോട് ആവശ്യപ്പെടുന്നത്. 1 തിമത്യോസ് 6:17. അതോടൊപ്പം ധനവാന്മാർക്ക് സാക്ഷാൽ ജീവനെ നേടുവാൻ കഴിയണമെങ്കിൽ അവർ സൽപ്രവൃത്തികളിൽ സമ്പന്നരായി തീർന്ന് ധനശാലികളും ഔദാര്യമുള്ളവരുമായി തീരണമെന്ന് അവരെ ഉപദേശിക്കുവാനും പൗലോസ് ആവശ്യപ്പെടുന്നു. അത് ഭാവിയിലേക്കുള്ള അവരുടെ നിക്ഷേപമായിരിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്ന പൗലോസ് ദൈവരാജ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ധനം വരുത്തി വയ്ക്കുന്ന പ്രതിബന്ധങ്ങളെക്കുറിച്ച് ദൈവജനത്തിന് വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നു. പ്രിയ ദൈവമക്കളെ, നാം ധനത്തിനല്ല കർത്താവ് യേശുക്രിസ്തുവിന് തന്നെ നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കാം. അതിനായി നമ്മെ ഓരോരുത്തരെയും കർത്താവ് യേശുക്രിസ്തു സഹായിക്കുമാറാകട്ടെ. ആമേൻ.